സോ പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കാര്യത്തിൽ. കാരണം തേര പാര ഓടി നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അത് എന്ന് നടത്തണമെന്നറിയത്തില്ലാത്ത ഒരു ഭയങ്കര ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ടീം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ഈച്ച അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വിവരങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം നമ്മൾ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ കൊടുക്കുമ്പം അത് നേരാണെന്നുണ്ടെങ്കിലും അത് 100% കൺഫേംഡ് ആണെന്നുണ്ടെങ്കിലും സാധ്യതകളാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടേയിരിക്കണം. അത് സാധ്യതകളായിട്ട് തന്നെയാണ് പറയുന്നത്, ഉറപ്പായിട്ടൊന്നും അല്ല പറയുന്നത്. ഇങ്ങനെ ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പം ഇപ്പോൾ നിലവിൽ പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് ബിഗ് ബോസ് മലയാളം ടീമിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അത് ചെന്നൈ സെറ്റുകളിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. അപ്പം ബിഗ് ബോസ് മലയാളത്തിലേക്ക് പോകും മുന്നേ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് വേറൊന്നുമല്ല, ബിഗ് ബോസ് തമിഴ് സീസൺ അൾട്ടിമേറ്റ് സീസൺ 2 കാര്യമാണ്. അപ്പം ഞാൻ അതെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പൊ കേൾക്കുന്നത് അൾട്ടിമേറ്റ് സീസൺ 2 തമിഴും ക്യാൻസൽ ചെയ്തു എന്നാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യത്തോടു കൂടി അൾട്ടിമേറ്റ് സീസൺ 2 നടക്കാനുള്ള സാധ്യതകളുണ്ട്. അവരതിന്റെ പ്ലാനിങ് ആണ്, അതിന്റെ പ്രോസസ്സിങ്ങിലാണെന്ന്. ഇപ്പൊ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ്, കണ്ടസ്റ്റൻസിന്റെ അൺഅവൈലബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് അൾട്ടിമേറ്റ് സീസൺ 2 ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അപ്പം അത് 100% നമുക്ക് ഉറപ്പ് ആയിട്ടില്ല, ബട്ട് ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുണ്ടെങ്കിലും. അതെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു, ബട്ട് അതും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് തമിഴ് സീസണെ അവിടെ അങ്ങ് മാറ്റി നിർത്താം, മലയാളത്തിലേക്ക് തന്നെ പറയാം. അപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ 7 കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അറിയുന്നത് ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള പരിപാടികളാണെന്നാണ് അറിയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്നാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ കുറച്ച് വീഡിയോകളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് തന്നിരുന്നു. ജൂലൈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ബിഗ് ബോസ് മലയാളം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പല അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരുന്നു. നമ്മൾ മെയ്യിൽ ജൂണിൽ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മെയ്യിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ഡേറ്റ് അവൈലബിലിറ്റി ഒക്കെ നോക്കി മെയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഏപ്രിൽ അവസാന ആഴ്ചയിലേക്ക് നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്ന ഡിസ്കഷനുകളാണ് കേട്ടോ, അതറിയുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്നുവെന്ന് മാത്രം. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് അതൊന്നും നടപടിയുള്ള കാര്യമല്ലെന്നാണ് അറിയുന്നത്. ഓഗസ്റ്റിലേക്ക് നടത്താൻ പ്ലാൻ ഇട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. വേറൊന്നും തന്നെയല്ല, നമുക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ഇല്ല. ഈ ഒരു സീസണെ കൊണ്ടു നടക്കാൻ ഒരു സെറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ബാക്കി എല്ലാ ലാംഗ്വേജിലും അവർക്ക് അവരുടേതായ സെറ്റ് ഉണ്ട്. നമ്മൾ മലയാളം ബിഗ് ബോസിന് മാത്രം നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് ഇല്ല എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവരുടെ സമയം നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നിലവിൽ ഈ ഒരു മാസങ്ങളിൽ നടന്നാൽ മാത്രമേ നമുക്ക് മറ്റേതൊരു സെറ്റിലാണെന്നുണ്ടെങ്കിലും അവസരം കിട്ടത്തുള്ളൂ. ബട്ട് നമുക്കിപ്പോൾ അറിയാം, ഹോസ്റ്റായിട്ട് ലാലേട്ടൻ, അതുപോലെ തന്നെ ഇവരുടെ ടൈമും ഡേറ്റ് അവൈലബിലിറ്റി ഒക്കെ ഒത്തിരി സിനിമയുമായിട്ട് ഇവരൊക്കെ ബിസി ആയിട്ട് നടക്കുവാണ്. അപ്പം ബിഗ് ബോസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നടത്താൻ സാധിക്കത്തില്ല. അതോടൊപ്പം മറ്റു ലാംഗ്വേജുകളിലൊക്കെ നടക്കുന്ന ആ ഒരു സമയവുമായിട്ട് ഏകദേശം അടുപ്പിച്ചു കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ടീമിന്റെ ഒരു ശ്രമവും. എന്തായാലും നിലവിൽ ലഭിക്കുന്നത് തമിഴില് ഈ പറയുന്ന ജൂലൈ ആഗസ്റ്റിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ മെയ് കഴിഞ്ഞ് ഏതൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും തമിഴിലെ സെറ്റ് നമുക്ക് ലഭിക്കത്തില്ല. ഹിന്ദി ആണെന്നുണ്ടെങ്കിലും കിട്ടത്തില്ല. മറ്റു ഏത് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും മറാഠി ആണെന്നുണ്ടെങ്കിലും ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റ് കിട്ടത്തില്ല. ഒരു കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ മറാഠി സെറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെറ്റിന്റെ കാര്യത്തിലും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഗ്രാൻഡ് ലോഞ്ച് നിലവിൽ ഇവർ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓഗസ്റ്റിൽ നടത്താനാണെന്നാണ് അറിയുന്നത്. എന്ന് കരുതി ഇതും 100% വിശ്വസിക്കുകയൊന്നും വേണ്ട. ഇവർ പ്ലാൻ ചെയ്യുന്നതാണ്. ഇത് എപ്പം വേണമെന്നുണ്ടെങ്കിലും മാറാം. ചിലപ്പോൾ അത് നേരത്തെ ആകാം. കാരണം സെറ്റ് മുംബൈ അല്ല, ചെന്നൈ അല്ല, വേറൊരു സെറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് എപ്പം വേണമെന്നുണ്ടെങ്കിലും ആകാം. കണ്ടസ്റ്റൻസിന്റെയും ഓഡീഷൻസും കാര്യങ്ങളും ഒക്കെ സെറ്റായി ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിലും നടത്താവുന്നതേ ഉള്ളൂ. അപ്പം നിലവിൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓഗസ്റ്റിൽ ഗ്രാൻഡ് ലോഞ്ച് നടത്താം എന്നുള്ളതാണ്. ഇത് മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് വരുന്ന ലാലേട്ടന്റെ കാര്യത്തിൽ ഞാൻ അതിന് മുമ്പിലത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു ലാലേട്ടൻ തന്നെ ആയിരിക്കും. ലാലേട്ടന്റെ ഡേറ്റ് അവൈലബിലിറ്റി കൂടെ നോക്കിയിട്ടാണ് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ ഇപ്പൊ കേൾക്കുന്നത് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകൾ തന്നു തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ലാലേട്ടൻ ഈ ഒരു സീസണിൽ നിന്ന്, കാരണം 6 വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് ഈ ഒരു സീസണോട് കൂടി ലാലേട്ടൻ പിന്മാറുകയാണ്. അതുപോലെ തന്നെ പല ഹോസ്റ്റിനെയും നോക്കി തുടങ്ങി എന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് തന്നിരുന്നു. നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, മമത മോഹൻദാസ്, ടോവിനോ, അങ്ങനെ പല ആൾക്കാരുടെ പേരും പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ അത് വീണ്ടും കേൾക്കുന്നുണ്ട്. പല സ്ഥലത്തും പുതിയൊരു ഹോസ്റ്റിനെ നോക്കി തുടങ്ങി, ലാലേട്ടന് അവൈലബിൾ അല്ല
ലാലേട്ടൻ ഇനി മുതൽ നമ്മുടെ തമിഴിൽ കമലഹാസൻ എങ്ങനെ മാറി നമ്മുടെ വിജയ് സേതുപതിയിലേക്ക് വന്നോ അതുപോലെ തന്നെ മലയാളത്തിലും പുതിയൊരു ഹോസ്റ്റിനെ നോക്കി ബിഗ് ബോസിന്റെ ടീം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പുതിയൊരു ഹോസ്റ്റുമായിട്ട് പുതിയൊരു സീസൺ തുടങ്ങാനുള്ള പരിപാടികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 അണിയറയിലും ഒരുങ്ങുന്നതെന്നാണ് അറിയുന്നത്. എന്നാണേലും നമുക്ക് നോക്കാം, ഇതൊക്കെ അതിന്റെ വഴിയിൽ നടന്നുകൊള്ളും, അതൊക്കെ അണ്ടർഗ്രൗണ്ടിൽ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മളിത് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് സമയമാകുമ്പോൾ ചിലപ്പോൾ ലാലേട്ടൻ വരാം, അല്ലെങ്കിൽ പുതിയൊരു ഹോസ്റ്റ് വരാം. അത് ആര് വേണമെന്നുണ്ടെങ്കിലും വരട്ടെ. കാരണം ബിഗ് ബോസിന്റെ പ്രേക്ഷകർ അവിടെ തന്നെ കാണും. ഹോസ്റ്റിനെ നോക്കിയല്ല ബിഗ് ബോസ് കാണുന്നതും ബിഗ് ബോസിന്റെ പ്രേക്ഷകർ ഇരിക്കുന്നതും. മികച്ചൊരു ഹോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യും. ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീം കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റ് മാത്രം നോക്കി പറയുകയല്ലാതെ ഒരു മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. എന്താണെന്നുണ്ടെങ്കിലും ലാലേട്ടൻ ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ തന്നെ വരട്ടെ, അതല്ല പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ പുതിയൊരു മികച്ച ഹോസ്റ്റ് വരട്ടെ. അപ്പം ഹോസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ സെറ്റിന്റെ കാര്യത്തിലാണ്. സെറ്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ. ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല. എവിടെ വേണമെന്നുണ്ടെങ്കിലും ആകാം, അത് കന്നഡയിലാകാം, അതുപോലെ തന്നെ മറാഠിയിലാകാം, ഹിന്ദിയിലാകാം, അതുപോലെ തന്നെ ചെന്നൈയിലാകാം. അത് എപ്പോഴാണോ നടത്തുന്നത് എന്ന് കറക്റ്റായിട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു 2-3 മാസം മുന്നേ മാത്രമേ അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ആഗസ്റ്റിലേക്കൊക്കെയാണ് ലോഞ്ച് എങ്കിൽ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഒരു വിവരവും കിട്ടത്തില്ല. ഈ പറയുന്ന ഓഗസ്റ്റിൽ ലോഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലെ മെയിൻ സെറ്റും തമിഴ്നാട്ടിലെ ചെന്നൈയിലെ സെറ്റും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമുക്കുള്ളത് മറാഠി സെറ്റും അതുപോലെ തന്നെ കന്നഡ സെറ്റുമാണുള്ളത്. അപ്പം കന്നഡയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറാഠിയിലോ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിലായിരിക്കും. അത് ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഈ ഏതെങ്കിലും ഒരു സെറ്റിലായിരിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നതെങ്കിൽ സാധ്യതകൾ കൂടുതൽ. അപ്പം അതും അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ. നമുക്കൊരു സെറ്റിൽ നിന്നുണ്ടെങ്കിൽ ഇതുപോലെ പലയിടത്തൂടെ ഓടി നടക്കണം. അത് എവിടെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏത് സെറ്റാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് നടന്നാൽ മതി. കാരണം ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് ഇപ്പം അത് എവിടെയാണെന്നുണ്ടെങ്കിലും സമയത്ത് നടന്നാൽ നമുക്കത് അത്രയും നല്ലതായിരുന്നു. അപ്പം ഇനി നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം. കാരണം ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ 4-5 മാസങ്ങൾ കഴിയണം. ഇത് 2ാമത്തെ മാസം ആയതേ ഉള്ളൂ. ഇനിയിപ്പം 4-5 അല്ല 6 മാസങ്ങളോളം നോക്കിയിരുന്നാൽ മാത്രമേ ഈ ഒരു സീസൺ വരത്തുള്ളൂ. അപ്പൊ അതുവരെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ അൾട്ടിമേറ്റ് സീസൺ 2 ഉണ്ടാകുമല്ലോ എന്ന് കരുതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കുറച്ച് നാൾ അൾട്ടിമേറ്റ് സീസൺ 2വുമായിട്ട് റിവ്യൂവും അപ്ഡേറ്റുകളും കാര്യങ്ങളും നിന്ന് നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കഴിയുമ്പോഴത്തേനും 1-2 മാസങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകൾ വന്ന് തുടങ്ങുമല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പം അൾട്ടിമേറ്റ് സീസൺ 2ന്റെ കാര്യത്തിൽ ഏകദേശം ക്യാൻസൽ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു. മലയാളം ബിഗ് ബോസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇതിപ്പം വീണ്ടും മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഓഡീഷന്റെ കാര്യത്തിൽ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും തുടങ്ങിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇവര് ഏകദേശം ഓഡീഷൻസ് ഒക്കെ നടത്തി കണ്ടസ്റ്റൻസിനെയൊക്കെ ലൈനപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പം അതൊന്നുകൂടെ ഒന്ന് പൊടിതട്ടി എടുക്കണം. പിന്നെ ഇപ്പൊ ട്രെൻഡിങ്ങിലേക്ക് വരുന്ന കുറച്ച് പേരെയൊക്കെ ഒന്നുകൂടെ ആഡ് ചെയ്ത് അവരെയൊക്കെ ഒന്ന് വിളിച്ച് വീണ്ടും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയ തലവേദന പിടിച്ച പരിപാടിയൊന്നുമല്ല. അടുത്ത മാസങ്ങളിലും അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് തന്നെ അത് റീഓപ്പൺ ആകും. അടുത്തത് ഇനി പറയാനുള്ളത് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പുതിയ ബിഗ് ബോസ് ഒക്കെ വരുമ്പം ജിയോ ഹോട്ട്സ്റ്റാർ എല്ലാം വന്നു കഴിഞ്ഞു. ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഏപ്രിലൊക്കെയാണ് അവർ വരുന്നതെന്നാണ് കേട്ടത്. അപ്പൊ അവരുടെ ഒരു ടെക്നിക്കൽ ലാഗൊക്കെയാണ് ബിഗ് ബോസ് നമ്മുടെ മലയാളം സീസൺ 7 മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. ഇപ്പൊ അവര് നേരത്തെ എത്തി ലാലേട്ടന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാർ വരുന്നത്. പക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറും വന്ന് ലാലേട്ടനൊക്കെ വന്ന് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ട് ബിഗ് ബോസിൽ നിന്ന് തന്നെ ലാലേട്ടൻ തന്നെ ഇപ്പം മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. എന്താണെന്നുണ്ടെങ്കിലും പുതിയ ആപ്ലിക്കേഷനും പുതിയ ജിയോ ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസിന്റെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ടെക്നിക്കൽ എററും ടെക്നിക്കൽ ഇഷ്യൂസും അവരുടെ ടെക്നിക്കൽ കറക്ഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം അധികമായിട്ട് അവർക്ക് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ മലയാളമാണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ മലയാളം കഴിഞ്ഞിട്ടേ തമിഴ് തുടങ്ങത്തുള്ളൂ. അപ്പം അവർക്ക് അതിൻ്റെതായ സമയം കിട്ടും. നമ്മുടെ മലയാളം ബിഗ് ബോസ് മാത്രമേ കുറച്ച് നീട്ടിക്കൊണ്ട് പോകത്തുള്ളൂ ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് തീർത്തും ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് നിരാശപ്പെടുത്തുന്ന ന്യൂസ് തന്നെയാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാൽ മതി എന്ന് മാത്രമേ എനിക്കുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയെങ്കിൽ അത്രയും നല്ലത്. എന്താണെങ്കിലും ഇപ്പോൾ ലഭിക്കുന്നത് ഇത് തന്നെയാണ്. ഓഗസ്റ്റിൽ തുടങ്ങാനുള്ള
വരാനുള്ള സാധ്യതകൾ. ബിഗ് ബോസിന്റെ സെറ്റിനെ കുറിച്ച് ഒരു കൺഫർമേഷനും ആയിട്ടില്ല, ഡിസ്കഷൻ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് എവിടെ വേണമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഹോസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിൽ തന്നെയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ദയനീയം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും അതിനും അവർക്ക് സാധിക്കട്ടെ. മികച്ചൊരു ഹോസ്റ്റുമായിട്ടല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ തന്നെ തിരികെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. പുതിയ എന്തെങ്കിലും കണ്ടന്റുകളോ റിയാക്ഷൻ വീഡിയോകളോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരേണ്ട ഒരു അവസ്ഥയാണ്. മൂവി റിവ്യൂസ് ഒക്കെ എത്രമാത്രം ആഴ്ചയിൽ 1-2 ഒക്കെ ഇറങ്ങുന്നുള്ളൂ. അതൊക്കെ തന്ന് നമ്മളും ബോറടിച്ചു പോകും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം.